ഹലോ ഗേസ്, നമ്മൾ ജമ്മു കാശ്മീർ 7ാമത്തെ ദിവസമാണ്. എന്തായാലും ബൈ ബസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പോകേണ്ട ഒരു സ്ഥലം ഗുൽമർഗാണ്. ശ്രീനഗർ 2 ദിവസം കറങ്ങി, കൂടാതെ പഹൽഗാം, സോനാമർഗ്, ദൂത് പത്രി, ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗുൽമർഗാണ്. ഇന്ന് ഗുൽമർഗ് പോകാമെന്ന് വെച്ചു. എന്തായാലും ഇവിടെ നിന്ന് ബസ് കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒരു ദിവസം ഓട്ടോയ്ക്ക് ഫുള്ള് കറങ്ങി, ഒരു ദിവസം കാറിന് കറങ്ങി, 3 ദിവസം ബൈക്കിന് കറങ്ങി, ഇന്നൊരു ദിവസം ബസ്സിന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കേ, നമ്മളങ്ങനെ അടുത്ത ബസ്സിൽ കയറിയിരിക്കുകയാണ്. മണ്ഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പോയിട്ട് അവിടെ നിന്നേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഗാഡി ഡ്രൈവർ. ഞാൻ പോയോ നാം ഷാരിഖ് അഹമ്മദ്. മ്യാൻമാർക്ക് പോകാനുള്ള അങ്ങനെ താൻമാർഗിലേക്ക് പോകാനുള്ള ബസ്സിൽ നമ്മൾ കയറുന്നുണ്ട്. അവിടെ നിന്നാണ് ഇനി ഗുൽമർഗിലേക്ക് പോകേണ്ടത്. താൻമാർഗാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. താൻമാർഗ് ടാക്സി സ്റ്റാൻഡാണിത്. ഗുൽമർഗിലേക്ക് ഇവിടെ നിന്ന് ടാക്സി അവൈലബിൾ ആണ്. പെർക്കട്ടെ 50 രൂപയ്ക്കാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഗുൽമർഗിലേക്ക് പോകാറുണ്ട്. ആൾക്കാരുണ്ട്. ഒരാൾക്ക് 100 വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ ഗേസ്, അങ്ങനെ നമ്മൾ താൻമാർഗിലെത്തി. ഞാൻ താമസിച്ചിരുന്നത് ശ്രീനഗറിലെ മെഹജൂർ നഗറിലാണ്. മെഹജൂർ നഗറിൽ നിന്നും നമ്മൾ പരംപോര ബസ് സ്റ്റാൻഡിലേക്കാണ് ആദ്യം ബസ് പിടിച്ച് പോകുന്നത്. പരംപോര ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് മെഹജൂറിൽ നിന്ന് വരുന്നത്. അതിന് ഏകദേശം 30 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നീട് പരംപോരയിൽ നിന്നും താൻമാർഗിലേക്ക് ഉള്ള അടുത്ത ബസ്സിൽ കയറി. അത് ഏകദേശം 50 കിലോമീറ്റർ വരും. അതിന് ടോട്ടൽ നമുക്ക് ചെറിയ ചിലവ് വന്നത് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി താൻമാർഗിൽ നിന്നും ഷെയർ ടാക്സി വഴിയേ നമുക്ക് ഗുൽമർഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ താൻമാർഗിൽ നിന്നും ഗുൽമർഗിലേക്ക് ഇനി ഒരു 14 കിലോമീറ്റർ കൂടി പോയാൽ നമ്മുടെ സ്ഥലമെത്തി. അപ്പോൾ ഏകദേശം ടോട്ടൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 74 കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ സമയം നമുക്കെടുക്കും. കാര്യം ഇവിടെ ബസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നിർത്തിയേ പോവുകയുള്ളൂ. കാര്യം അവർക്കൊരു നിശ്ചിത സമയമൊന്നുമില്ല. എവിടെ നിന്ന് ആൾക്കാർ കൈ കാണിച്ചാലും അവിടെ നിർത്തി ആൾക്കാരെ എടുത്തുകൊണ്ടാണ് ഈ ബസ് പോരുന്നത്. അതുകൊണ്ട് തന്നെ സമയം കുറേ എടുത്തിട്ടുണ്ട്. കാര്യം നേരിട്ട് നമ്മൾ ഷെയർ ടാക്സി വഴിയോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ സമയലാഭമുണ്ട്. അപ്പോൾ ഇത് സാമ്പത്തിക ലാഭം നല്ല രീതിയിൽ നമുക്ക് ഉണ്ട്. കാര്യം ഇതിന് ഇപ്പോൾ മൊത്തം എനിക്കിപ്പോൾ ചിലവ് വന്നിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 180 രൂപയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഗുൽമർഗ് വരെ എത്താനായിട്ട് എനിക്ക് ചിലവായിരിക്കുന്നത്. പക്ഷേ സമയം എടുത്തിരിക്കുന്നത് ഏകദേശം 5 മണിക്കൂറോളം എടുത്തു വൺ സൈഡ് തന്നെ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ദൈർഘ്യം ഇതിന് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു 14 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുൽമർഗിലേക്ക് നമുക്ക് എത്താം. സമുദ്രനിരപ്പിൽ നിന്നും
ഏകദേശം 2650 മീറ്റർ ഉയരത്തിലാണ് ഈ ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത്. താൻമാർഗിൽ നിന്നും ഗുൽമർഗിലേക്കുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. കാര്യം നമുക്കിപ്പോൾ കാണാം, ചുറ്റിനും മഞ്ഞ് വീണ് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടാണ് നമ്മൾ ഗുൽമർഗിലേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു യാത്ര നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല, അത്രയ്ക്കും അതിമനോഹരമാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗുൽമർഗിൽ എത്തിയിരിക്കുകയാണ്. ഐ ലവ് ഗുൽമർഗ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കി നമ്മുടെ ചുറ്റുവട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു വിദേശ രാജ്യത്ത് മഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു വീടും മരങ്ങളും ഒക്കെ എല്ലാം കണ്ട് കഴിയുമ്പോൾ ആ ഒരു ഫീലിംഗല്ല നമുക്ക് വരുന്നത്. എന്ത് രസമെന്ന് നോക്കി. ജീവിതത്തിലൊക്കെ ഒരിക്കലെങ്കിലും വരേണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വർഗീയ സുന്ദരമായ ആ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ജമ്മു കാശ്മീരിലുള്ള ഗുൽമർഗ്. ഇവിടെ ഇങ്ങനെ നടക്കുവാൻ തന്നെ വളരെ അടിപൊളിയാണ്. ഗൊണ്ടോള റൈഡ് ആദ്യത്തെ ഫസ്റ്റ് ഫേസ് വരുന്നത് ഗുൽമർഗ് തൊട്ട് കോങ്ദൂരി വരെയാണ്. അത് ഏകദേശം 3080 മീറ്റർ ആണ് ദൂരം വരുന്നത്. സെക്കൻഡ് ഫേസ് വരുന്നത് കോങ്ദൂരി മുതൽ അഫർബത്ത് കൊടുമുടി വരെയാണ്. അത് ഏകദേശം 3950 മീറ്റർ ദൂരം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫേസിന് ഏകദേശം 850 അടുത്ത് ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഫേസ് 1200, അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ 2 ഫേസും കൂടി നമുക്ക് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ 2000 സംതിങ് രൂപ നമുക്ക് ചിലവ് വരും. പക്ഷെ അത് നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ പിന്നെ ബ്ലാക്കിലും ഒക്കെയാണ് പിന്നെ ടിക്കറ്റ് കിട്ടുക. അത് 4000-5000 വരെയൊക്കെ ചാർജ് പോകാറുണ്ട്. പിന്നെ ഈ ഒരു റൈഡൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് അരങ്ങ് തരുന്നത്. വളരെ മനോഹരമാണ് ഈ ഒരു ഗുൽമർഗിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം. ചെറിയൊരു ആക്ടിവിറ്റീസ് ഞാനും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. പലകപ്പുറത്തിരുന്ന് ഒരു മനുഷ്യൻ നമ്മളെയും വലിച്ചുകൊണ്ട് ഗൊണ്ടോള റൈഡിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അത്രയും ദൂരം ഞാൻ പോയില്ല. 200 രൂപ ചാർജും കൊടുത്ത് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നി. പുള്ളി നമ്മളെയും വലിച്ചുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട അവിടം വരെ പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഈ കാണുന്ന ഏരിയയിൽ നിന്നാണ് ഗൊണ്ടോള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൊണ്ടോള കേബിൾ കാർ റൈഡിനുള്ള ടിക്കറ്റ് 2 മാസം മുന്നേ തന്നെ നമ്മൾ ശ്രമിച്ചാലേ കിട്ടുകയുള്ളൂ. വളരെ റെയറായിട്ട് അത് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് കാരണം ഞാനും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. ഹലോ ഗെയ്സ്, ഗുൽമർഗ് വീഡിയോ, കാശ്മീർ ഗുൽമർഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.